ഒരു നിമിഷം കണ്ണടച്ച് ഈ സാഹചര്യം ചിന്തിക്കുക. വർഷങ്ങളായി ജർമ്മനിയിലേക്ക് പോകാൻ നിങ്ങൾ പരിശ്രമിച്ചു, ജർമ്മൻ പഠിച്ചു, ഇന്റർവ്യൂ പാസ്സായി, ഒടുവിൽ ഒരു ഇമെയിൽ വരുന്നു. കൺഗ്രാറ്റുലേഷൻസ്, വി ആർ പ്ലീസ് ടു ഓഫർ യു എ പൊസിഷൻ ഇൻ ജർമ്മനി. നിങ്ങളുടെ സന്തോഷത്തിന് അതിരില്ല. വീട്ടുകാരെ വിളിക്കുന്നു, സുഹൃത്തുക്കളെ വിളിക്കുന്നു. പക്ഷേ ഇമെയിലിനൊപ്പം വരുന്ന 12 പേജുള്ള ഒരു PDF നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നു. അത് എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റ് ആണ്. നിങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യത്തെ പേജ് തുറക്കുന്നു, സാലറി നോക്കുന്നു, കമ്പനി നെയിം നോക്കുന്നു, അതിനുശേഷം സൈൻ ചെയ്യുന്നു. കൂടിപ്പോയാൽ നിങ്ങൾക്ക് എത്ര വെക്കേഷൻ ഉണ്ടെന്ന് പോലും നമ്മൾ നോക്കും. ഇതാണ് ജർമ്മനിയിലേക്ക് പോകുന്ന പല ഇന്ത്യക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. കാരണം ആ കോൺട്രാക്റ്റിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ ക്ലോസ് പോലും നിങ്ങളുടെ ജോലി, നിങ്ങളുടെ സാലറി, നിങ്ങളുടെ ലീവ്, നിങ്ങളുടെ ഭാവി എല്ലാം മാറ്റിമറിക്കാനായിട്ട് കഴിയുന്നതാണ്. ഇന്ന് നമ്മൾ ഒരു ജർമ്മൻ എംപ്ലോയ്മെന്റ് കോൺട്രാക്റ്റിന്റെ ഓരോ ഭാഗവും വളരെ ലളിതമായി മനസ്സിലാക്കും. നമസ്കാരം, ഐ ആം അഡ്വക്കേറ്റ് സജിൻ. സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി 100 കണക്കിന് കാൻഡിഡേറ്റ്സിന്റെ എംപ്ലോയ്മെന്റ് കോൺട്രാക്ട് ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. അതിലൊരു കാര്യം ഞാൻ വളരെ ശ്രദ്ധിക്കാറുമുണ്ട്. 90% ആളുകളും സാലറിയും അതേപോലത്തെ ഉർലൗബ് സൈറ്റ് വെക്കേഷനുമാണ് നോക്കാറുള്ളത്. പക്ഷേ ജർമ്മനിയിൽ എംപ്ലോയേഴ്സ് നിങ്ങളെ വിലയിരുത്തുന്നത് പോലെ കോൺട്രാക്ട് നിങ്ങളെയും വിലയിരുത്തും. അതിനാൽ ഇന്ന് ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ കൃത്യമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അവസാനത്തിൽ ഞാനൊരു ചെക്ക് ലിസ്റ്റ് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമുക്കൊരു കഥ കേൾക്കാം. 2 മലയാളി നേഴ്സസ്, 2 പേർക്കും 3400 അല്ലെങ്കിൽ 2800 to 3400 ഗ്രോസ് സാലറി ഉണ്ട്. ഇരുവരും ജർമ്മനിയിലാണ്. ഒരാൾ വളരെ സന്തോഷത്തിലാണ്, മറ്റേയാൾ എല്ലാ ദിവസവും സ്ട്രെസ്സിലാണ്. എന്തുകൊണ്ട്? സാലറി ഒരുപോലെയല്ല. കാരണം സാലറി ഒരുപോലെയാണെങ്കിലും വർക്കിംഗ് അവേഴ്സ് വ്യത്യസ്തമാണ്, വെക്കേഷൻ വ്യത്യസ്തമാണ്, ഷിഫ്റ്റ് അലവൻസ് വ്യത്യസ്തമാണ്, നോട്ടീസ് പീരീഡ് വ്യത്യസ്തമാണ്, അതുകൂടാതെ ബോണസ് വ്യത്യസ്തമാണ്, അതും കോൺട്രാക്ട് വ്യത്യസ്തമാണ്. അപ്പൊ മനസ്സിലായോ? സാലറി എന്നത് കോൺട്രാക്റ്റിന്റെ ഒരു ഭാഗം മാത്രമാണ്. അതേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടതാണ്, ഈ ജോലി പെർമനന്റ് ആണോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ടേം ആണോ എന്നുള്ളത്. പല ആളുകളും ഈ വരി പോലും വായിക്കാറില്ല. ഒരു വർഷത്തിന് ശേഷം കമ്പനി നമ്മളോട് പറയാണ് നിങ്ങളുടെ കോൺട്രാക്ട് അവസാനിച്ചു. അപ്പോൾ മാത്രമാണ് അവർ ഞെട്ടുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ കോൺട്രാക്ട് ടൈപ്പ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യം, കമ്പനി നിങ്ങളോട് പറഞ്ഞു ഫുൾ ടൈം ജോബ്. ഫുൾ ടൈം എന്ന് വെച്ചാൽ എന്താണ്? 35 മണിക്കൂർ അല്ലെങ്കിൽ 38 മണിക്കൂർ, 40 മണിക്കൂർ, അതോ ഷിഫ്റ്റ് ഉണ്ടോ, നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ, വീക്കെൻഡ് വർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ബ്രേക്ക് പെയ്ഡ് ഉണ്ടോ? ഈ കാര്യങ്ങൾ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ടാകും. വായിക്കാതെ ഒരിക്കലും സൈൻ ചെയ്യരുത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രോബർ സൈറ്റിനെ കുറിച്ച് കണ്ടു. അതും കോൺട്രാക്റ്റിലാണ്. എത്ര മാസം, ആ സമയത്ത് റൂൾസ് എന്താണ്, നോട്ടീസ് പീരീഡ് മാറുമോ, ഇവയെല്ലാം കോൺട്രാക്റ്റിൽ വ്യക്തമായിരിക്കും. അതുകൊണ്ട് ഓരോ വരിയും ശ്രദ്ധിക്കുക. ജർമ്മനിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് പെയ്ഡ് വെക്കേഷൻ ഉള്ളതാണ്. പക്ഷേ എല്ലാ കമ്പനികളും ഒരുപോലെയല്ല. വെക്കേഷൻ ഡേയ്സ് എത്ര, എങ്ങനെ അപ്ലൈ ചെയ്യണം, ക്യാരി ഫോർവേഡ് ചെയ്യാമോ, ഹോളിഡേ സീസൺ റൂൾസ് എന്താണ്, ഈ കാര്യങ്ങളും കോൺട്രാക്റ്റിൽ ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് നല്ലൊരു ഓഫർ കിട്ടി, അടുത്ത മാസം ജോയിൻ ചെയ്യണം. പക്ഷേ നിങ്ങളുടെ കോൺട്രാക്റ്റ് പറയുന്നു നോട്ടീസ് പീരീഡ്. ഇത് മനസ്സിലാക്കാതെ സൈൻ ചെയ്ത പുതിയ ജോബ് പോലും നഷ്ടപ്പെടും. അതുകൊണ്ട് നോട്ടീസ് പീരീഡ് വളരെ പ്രധാനമാണ്. ജർമ്മനിയിൽ അതേപോലെ തന്നെ എപ്പോഴും എനിക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ജർമ്മനിയിൽ എക്സ്ട്രാ ജോലി ചെയ്താൽ നമുക്ക് സാലറി കിട്ടുമോ, എക്സ്ട്രാ സാലറി കിട്ടുമോ? അല്ല, ചില കോൺട്രാക്റ്റിൽ ഓവർ ടൈം റൂൾസ് വ്യത്യസ്തമായിരിക്കും. കോമ്പൻസേഷൻ എങ്ങനെ, ടൈം ഓഫ് കിട്ടുമോ, പേയ്മെന്റ് കിട്ടുമോ,
ഇവ കോൺട്രാക്റ്റ് അനുസരിച്ച് മാറാം. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കമ്പനി ഡോക്യുമെന്റ്സ്, കസ്റ്റമർ ഡീറ്റെയിൽസ്, പേഷ്യന്റ് ഇൻഫർമേഷൻസ്, ബിസിനസ് സീക്രട്സ്. ഇവ പുറത്തു പറയാനും പാടില്ല. പല കോൺട്രാക്റ്റിലും കോൺഫിഡൻഷ്യാലിറ്റി ക്ലോസ് ഉണ്ടാകും. ഇത് ലംഘിച്ചാൽ ഗുരുതരമായ നിയമപ്രശ്നങ്ങൾ വരാം. ഏറ്റവും വലിയ തെറ്റെന്താണെന്നറിയാവോ? ഇന്ത്യക്കാരായ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. HR പറയുന്നു, ഡോണ്ട് വറി, വി വിൽ ചേഞ്ച് ഇറ്റ് ലേറ്റർ. ഇത് ഫോർമാലിറ്റി മാത്രമാണ്. പക്ഷേ ജർമ്മനിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. അതിനാൽ എല്ലാ പ്രധാന കാര്യങ്ങളും കോൺട്രാക്റ്റിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക. ഇനി ഞാൻ പറഞ്ഞ ചെക്ക് ലിസ്റ്റ്. ഒന്നാമത്തെ കാര്യം നോക്കേണ്ടത്, കോൺട്രാക്റ്റ് നിങ്ങൾ മുഴുവൻ വായിച്ചോ? സാലറി മനസ്സിലായോ? വർക്കിംഗ് അവേഴ്സ് മനസ്സിലായോ? വെക്കേഷൻ ഉണ്ടോ? നോട്ടീസ് പീരീഡ് വായിച്ചോ? പ്രോബേസ് സൈറ്റ് ഉണ്ടോ? ക്വസ്റ്റ്യൻസ് ചോദിച്ചോ? ഇവയെല്ലാം യെസ് ആണെങ്കിൽ മാത്രം സൈൻ ചെയ്യുക. കാരണം ഒരു സിഗ്നേച്ചർ നിങ്ങളുടെ ജർമ്മൻ കരിയറിൻ്റെ തുടക്കമാണ്. അതൊരു ആവേശത്തിലല്ല, അറിവോടെ മാത്രമായിരിക്കണം നിങ്ങൾ സൈൻ ചെയ്യേണ്ടത്. ജർമ്മനിയിൽ പഠിക്കാൻ പോവുക, ജോബ് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു ഡ്രീമാണ്. പക്ഷേ ജോബ് നേടുന്നതിനും പ്രധാനമാണ് ആ ജോബിൻ്റെ കണ്ടീഷൻസ് മനസ്സിലാക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, കോൺട്രാക്റ്റ് നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതിനാൽ കൃത്യമായിട്ട് ടൈം എടുത്ത് വായിക്കുക. കാരണം പലരും പറയാനുള്ളത്, സാറേ അത് ജർമ്മനിലാണ്. സോ വാട്ട്? നിങ്ങൾ ജർമ്മനിയിൽ പോയിട്ട് മലയാള സ്കൂളല്ല അവിടെ നടത്താൻ പോണേ. അവിടെ നിങ്ങൾ ജർമ്മൻ ഭാഷ പഠിച്ച് അവിടുത്തെ കൾച്ചറിൽ കയറാൻ വേണ്ടി പോവാണ്. അല്ല, നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വരും, നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പം നിങ്ങളൊരു തെറ്റായ ഒരു സിഗ്നേച്ചറിലൂടെ ദുരിതം അനുഭവിക്കുന്ന ഒരു ലിസ്റ്റ് വേണം ഞാൻ തരാം നിങ്ങൾക്ക്. എഴുതി കൊടുത്ത് 5 വർഷവും 10 വർഷവും അവിടെ സ്റ്റെക്കായി പോകേണ്ട സ്ഥിതി ഉണ്ടായിട്ട് കോമ്പൻസേഷൻ അടയ്ക്കേണ്ടതൊക്കെ നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ വന്നതാണ്. അതേപോലെ തന്നെ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് എനിക്ക് തന്നെ പ്രൂഫായിട്ടുണ്ട്. സ്റ്റെക്കായി പോയ, മാറാനൊരു ഓപ്ഷനില്ലാതെ നിന്ന് പോയവരൊക്കെ കഥകൾ ഇഷ്ടംപോലെയുണ്ട്. സോ ബിഫോർ യു സൈൻ, കൈൻഡ്ലി ടേക്ക് ടൈം ടു റീഡ് ഇറ്റ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് റീഡ് ചെയ്യുക. പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് റീഡ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കാനായിട്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ കഴിയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, സേഫ് ഹോം ജർമ്മനിയിൽ എല്ലാ ദിവസവും ജർമ്മൻ റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് വരും. ഓൺലി ജർമ്മൻ റിലേറ്റഡ് കണ്ടന്റ്സ്. നിങ്ങളുടെ ആർക്കെങ്കിലും ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡോയ്ച്ച് മിറ്റ് സജിൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരാവുന്നതാണ്. അതേപോലെ തന്നെ എന്ത് കാര്യങ്ങളുടെ കമൻ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. ഐ വിൽ സപ്പോർട്ട് യു ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി. അതേപോലെ തന്നെ സേഫ് ഹോം ജർമ്മനിയുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതൊരു കോമൺ പ്ലാറ്റ്ഫോമാണ് ഡൗട്ടും കാര്യങ്ങളും ചോദിക്കാനുള്ളത്. ഓവറോൾ ഡൗട്ടുകളല്ല, ജർമ്മൻ റിലേറ്റഡ് ഡൗട്ടുകൾ ചോദിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ടുമാറോ.